അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നാം ഇന്ന് എന്താണ് കാണാൻ പോകുന്നത് എന്നല്ലേ? മലപ്പുറം ജില്ലയിലെ പുറത്തൂരിനടുത്തുള്ള ഭയങ്കാവ് എന്ന ഭഗവതി ക്ഷേത്രമാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. ശ്രീ ഭയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കൂത്തുത്സവത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഭയങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പടിഞ്ഞാറോട്ട് മുഖമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പേര് ചന്ദ്രശേഖരനുണ്ണി മൂപ്പിൽ നായർ. സ്ഥാനിപ്പനാണ് മൂപ്പിൽ നായർ എന്നത്. പണ്ട് മുതലേ ഉള്ളതാണ് 30 ദിവസം 22 ദിവസമൊക്കെ വഴിപാട് കൂത്തും ദേശക്കൂത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട്. 8 ദേശങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു താലപ്പൊലി അവസാനം, അതുകൂടാതെ ദേവസ്വം കൂത്ത്, അങ്ങനെ ഇപ്പോൾ ഈ കൊല്ലം 23 ദിവസമുണ്ട്. അതെന്തോ ഭാഗ്യം കൊണ്ട്, ഭഗവതിൻ്റെ ഭാഗ്യം കൊണ്ട് അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആരുടെ കൈനീട്ടാൻ പോകാറില്ല. ഇവിടെ വരുന്ന പണം ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടുത്തെ വികസനം കാര്യങ്ങളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ വിജയത്തിലാവലുമുണ്ട്. പിന്നെ ഇവിടെ ഭഗവതിൻ്റെ അടുത്ത് ഇവിടുത്തെ ആവശ്യമുള്ള പണം ഇവിടെ എത്തിക്കുന്നു. അതുപോലെ ഈ കൂത്തിന് താല്പര്യമുള്ള ഭക്തർക്ക് അവർ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭക്തർ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾക്കൊരു കൂത്ത് ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അല്ല, അവിടെ വന്ന് ഇവിടെ ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്താൽ അതിപ്പോൾ ഈ പ്രാവശ്യം കൂത്തെന്ന് പറഞ്ഞാൽ 30,000 രൂപ ഒരു ദിവസത്തെ ഇവിടുത്തെ എല്ലാ ചടങ്ങും കൂടെ അവസാനിപ്പിക്കുന്നത്. ഒരുപാട് കൂത്ത് അത് എവിടുന്ന് ചെയ്യാം? ഏത് ദേശത്തുനിന്നാലും ഇന്ത്യയിൽ എവിടുന്ന് ചെയ്യാം. ശരി ശരി ശരി. ഇവിടെ സമീപിച്ചാൽ മതി. സമീപിച്ചാൽ മതി. പ്രിയപ്പെട്ട മനോജ് ചമ്പ്രാന്തിരിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ഇവിടെ നടക്കുന്ന കൂത്തിനെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നത്. കുംഭമാസത്തിൽ ആണ് നമ്മളിവിടെ കൂത്ത് നടക്കുന്നത്. അതിപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് കുറവാണെങ്കിൽ ആയിട്ട് അതായത് ദേശക്കാരുടെ കൂത്താണ് ആദ്യം നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വഴിപാടായിട്ടാണ് കൂത്ത് നടത്തുന്നത്. ദേശക്കാരുടെ 8 ദേശത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വഴിപാടായിട്ട് നടത്തുന്നത്. പിന്നെ അതായത് കളം വരച്ച് കുറുപ്പാണ്. കളം വരയ്ക്കാനും കളം വരച്ച് പാട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വളിച്ചപ്പാട് കുറുപ്പാണ്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൂത്തുമാടത്തേക്ക് മാടം കെട്ടി കയറി കഴിഞ്ഞാൽ അവിടെ കൂത്ത് തുടങ്ങും. കൂത്ത് പറയാൻ പുലവർ സമ്പ്രദായത്തിലുള്ളവരാണ് കൂത്ത് പറയുന്നത്. അതിപ്പോൾ അവർ ആണ് അതിന് കൂനത്തറുള്ളൊരു ടീമാണ് കൂത്ത് പറയണത്. രാമായണം കഥയാണ് കൂത്തിലൂടെ അവർ പറയണത്. അതായത് ഈ ഭഗവതിക്ക് ഈ രാമായണം ആണ് യുദ്ധസമയത്ത് മറ്റേ കേൾക്കാൻ പറ്റിയില്ല. അതായത് രാമായണം കഥ കേൾക്കാൻ പറ്റിയില്ല. അപ്പം ഭഗവതിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ രാമായണം കഥയാണ് കൂത്തിലൂടെ പറയുന്നത്. അത് തമിഴ് കലർന്നൊരു ഇതിലാണ് അവർ കൂത്ത് അവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് രാമായണം കഥയാണ് മുഴുവൻ അവർ പറയുന്നത്. ഈ കൂത്ത് ഓരോ ഭക്തരുടെ വഴിപാടായിട്ടാണോ? വഴിപാടായിട്ട് ആദ്യം ദേശക്കാരുണ്ട്. അത് 8 ദേശം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വഴിപാടായിട്ട് ചെയ്യണം. എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും കുംഭമാസത്തിലാണ് കൂത്ത് നടത്തുന്നത്. ഇത് വളരെ ആദ്യകാലങ്ങളിലെ നടക്കുന്ന കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ്. എത്ര വർഷം ആയിട്ടുള്ളതാണ്. കൂത്ത് കഴിഞ്ഞിട്ട് ഉത്സവത്തോട് കൂടിയിട്ടാണോ സമാപിക്കുന്നത്? താലപ്പൊലിയാണ് ലാസ്റ്റ്. കുംഭം 29 താലപ്പൊലി വരുന്നത്. അതിപ്പോൾ ഏതാഴ്ചയിലും കൊടിയാഴ്ച എന്നില്ല. 29 താലപ്പൊലിയായിട്ട് വരുന്നത്. അത് ദിവസങ്ങളൊന്നുമില്ല. അത് ലാസ്റ്റ് താലപ്പൊലിയായിട്ട് കഴിയും. പിന്നെ ഒരു കൗതുകം, ഈ പേര് എങ്ങനെ വന്നു പറയാം? ഭയങ്കാവ് അതിനെ പറ്റി എന്തെങ്കിലും? ഭയങ്കാവ് വെച്ചാൽ പണ്ട് ഇവിടെ പനങ്കാവ് പനയോട് കൂടിയുള്ള പണ്ട് കാവ് സമ്പ്രദായത്തിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള പോലെ ചന്ദനക്കാവുള്ള പോലെ തന്നെ നിറച്ച് കാടായിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പനകൾ കണ്ടമാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതിന്റെ മൂലസ്ഥാനം പനയിൽ എന്ന് പറയും. കുറച്ചുകൂടി പോയാൽ അവിടെയാണ് മൂലസ്ഥാനം. അവിടുന്നാണ് ശരിക്കും അവിടെ അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെ അത് പനങ്കാവായിരുന്നു പണ്ട്. പിന്നെ അത് ഭയങ്കാവായിട്ട്
ഭയങ്കര കേൾക്കുമ്പോൾ ഭയത്തിന്റെ ഒരു അതിലൊരു സ്ഥാനമില്ല. സൗമ്യത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ, സൗമ്യമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് കൂടുതൽ അങ്ങനെയാണ് പനങ്കാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തിരുമേനിക്ക് ഭക്തജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ട്? ഇവിടെ ഇപ്പോൾ ഇവിടെ വെച്ചാല് ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ വരുന്നത് പ്രതിഷ്ഠാദിനാണ്. അതായത് മിഥുന മാസത്തിൽ ഉത്തരനാളിൽ പ്രതിഷ്ഠാദിനം. പിന്നെ ഇവിടെ 3 ഉത്സവങ്ങളാണുള്ളത്. തുലാമാസം 1-ാം തീയതി ആദ്യത്തെ ഉത്സവം, പിന്നെ മകരച്ചുവ, പിന്നെ കുംഭത്തില് കൂത്തോടുകൂടി താലപ്പൊലിയോടുകൂടി കഴിയുക. അങ്ങനെ 3 ഉത്സവം ഒരു പ്രതിഷ്ഠാദിനമായിട്ട് ചാന്താട്ടും എല്ലാ ഇതിൽ തന്നെയാണ് ഇവിടെ നടത്തി പോരുന്നത്. ശരി തിരുമേനി, വളരെ നന്ദി, താങ്ക് യു. പുറത്തൂർ ശ്രീ ഭയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുത്സവത്തെപ്പറ്റി മൂപ്പിൽ നായരും മേൽശാന്തിയും നമ്മോട് വളരെ ചുരുക്ക രൂപത്തിൽ വിവരങ്ങൾ നൽകുകയുണ്ടായി. എനിക്ക് ഇവിടെ കുംഭമാസത്തിൽ ഭൂരിഭാഗം എല്ലാ ദിവസവും കൂത്തുത്സവവും അതിനോട് സമാപന ദിവസത്തിൽ താലപ്പൊലി, പകൽപ്പൂരം എന്നിവയും നടക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ ഒരു ദിവസം വന്ന് കൂത്ത് ഉത്സവം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണാമെന്ന് കരുതി. ആ കൊച്ചു വിവരങ്ങളാണ് കൂട്ടുകാർക്ക് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഏകദേശം ദീപാരാധനയുടെ സമയം ആയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ദീപാരാധനയ്ക്ക് ശേഷം കാണാവുന്നതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൂത്തുത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. പുറത്തൂർ ശ്രീ ഭയങ്കാവ് ഭഗവതി ക്ഷേത്രത്തെപ്പറ്റി ഭക്തർക്കും നാട്ടുകാർക്കും ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ പറയുവാനും അവരുടെ അമ്മയുടെ വിശേഷണങ്ങൾ അറിയിക്കാനും 100 നാവാണ്. അമ്മയുടെ ശക്തവത്തായ പിൻബലം ഈ നാട്ടുകാരും ഭക്തരും വളരെയധികം അനുഭവത്തിലൂടെ അവരുടെ ജീവിത വിജയങ്ങളിൽ അവർക്ക് ഓർക്കുവാനുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുനഃപ്രതിഷ്ഠയ്ക്കായി ഇവിടുത്തെ കമ്മിറ്റിയും മൂപ്പിൽ നായരും അതിനൊത്ത ഒരു വരിക്കപ്ലാവിൻ്റെ വൃക്ഷം തേടി കർണാടക സംസ്ഥാനത്തിലുള്ള
സത്യമംഗലം കാടുകൾ കടുത്താണ് എത്തിപ്പെട്ടത്. അവിടെ കർണാടക സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി അവർ നിർദ്ദേശിച്ച പണവും കിട്ടി ആ അതിഭയങ്കരമായ ഏകദേശം 142 ഇഞ്ച് വ്യാസവും 140 അടിയോളം നീളവുമുള്ള ആ പ്ലാവ്, അതിൻ്റെ തടിയിൽ നിന്നാണ് അമ്മയുടെ ശ്രീ ഭഗവതിയുടെ രൂപം കൊത്തിയെടുത്തിരിക്കുന്നത്. അതായത് അമ്മയുടെ വിഗ്രഹം. ആ ഒരു കർമ്മം നിർവഹിക്കുവാൻ ഇവിടുത്തെ അമ്മയുടെ ശക്തവത്തായ കരങ്ങൾ അതിൽ പ്രവർത്തിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഒത്തിരി കാര്യങ്ങളാണ് ഭക്തർക്കും നാട്ടുകാർക്കും അമ്മയെപ്പറ്റി പറയുവാനുള്ളത്. നമുക്ക് ചടങ്ങുകളിലേക്ക് പോകാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കൂത്തുകൾ 3 രൂപത്തിലാണ് നടന്നു വരാറുള്ളത്. ദേശക്കൂത്തും, ദേവസ്വം കൂത്ത്, വഴിപാട് കൂത്ത്. വഴിപാട് കൂത്താണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഭക്തർക്കും അമ്മയ്ക്ക് സമർപ്പിക്കാവുന്ന വഴിപാടായിട്ടാണ് ഈ കൂത്ത്. അതുപോലെ തന്നെ ഇവിടെ പരിസര പ്രദേശങ്ങളിലുള്ള 8 ദേശങ്ങളിൽ നിന്നും ദേശക്കൂത്തും ദേവസ്വത്തിൻ്റെ ദേവസ്വക്കൂത്തും എല്ലാ വർഷവും അരങ്ങേറുന്നു. അമ്മയുടെ കളം വരച്ചതിനടുത്തായി കൂത്തിൻ്റെ ഓരോ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം വൈകാതെ തന്നെ എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ്. അമ്മയുടെ തിടമ്പേന്തി മേൽശാന്തിയാണ് ശ്രീ ഭഗവതിയുടെ തിടമ്പേന്തുന്നത്. വാദ്യമേളങ്ങളോടുകൂടി വെളിച്ചപ്പാടിനൊപ്പം 3 തവണ വലം വെച്ചതിന് ശേഷം അമ്മയുടെ തിടമ്പുമായി വീണ്ടും കളത്തിൽ പ്രവേശിക്കും. അതിനുശേഷം മറ്റു ചില ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കി പിന്നീട് കൂത്തുമാടത്തിലേക്ക് കൂത്തുപറയലിനുള്ള സമയമാണ്. ക്ഷേത്രത്തിലെയും കളത്തിലെയും ചടങ്ങുകൾ അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് കൂത്തുചൊല്ലൽ ആരംഭിക്കുന്നത്. കൂത്തുമാടത്തിൽ നമുക്ക് കാണാനാവുന്നത് നീളം ഏറിയ ഒരു കെട്ടിടമാണ് കൂത്തുമാടം. അതിൻ്റെ മുഴുവൻ നീളത്തിലും പടിഞ്ഞാട്ട് ദിശയിലേക്കായി ചുമരിൻ്റെ മധ്യഭാഗത്തിൽ ഒരു സ്ക്രീൻ എന്ന വണ്ണം തുണിയുടെ, ചിലപ്പോൾ നമുക്ക് ഒരു പണ്ടുകാലത്ത് നാം കണ്ടിരുന്ന സിനിമ തിയേറ്ററിലുള്ള പോലെ ഒരു സ്ക്രീൻ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിൽ കൂത്തു പറയുന്നതിൻ്റെ പല വക ദൃശ്യങ്ങളും അതിൽ മാറി മറിയുകയും ചിലപ്പോൾ കൂത്തിനൊത്ത് ചലിക്കുന്നതും വളരെ കൗതുകത്തോടെ നമുക്കത് കാണുവാൻ കഴിയും.
രാമായണം അമ്മയ്ക്ക് വേണ്ടി കൂത്തിൽ പറയുന്നത് എത്ര ദിവസമാണോ കൂത്ത് നടക്കുന്നത്, തുടക്കം മുതൽ അവസാന നാൾ വരെ അത് ക്രമപ്പെടുത്തി ആദ്യം മുതൽ അവസാനം വരെ പറയുകയാണ് കൂത്ത് ഉത്സവത്തിൽ ചെയ്യുക. നമുക്ക് ചടങ്ങുകളിലൂടെ ആ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മയുടെ കളം മായ്ക്കലാണ് നാം
ഇനി കാണുവാൻ പോകുന്നത്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ആ രംഗത്തേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൂത്തുമാടത്തിലേക്ക് കൂത്തു പറയാൻ അതിന് അവകാശപ്പെട്ടവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന വെളുത്ത കെട്ടിടമാണ് കൂത്തുമാടം. നാം വീണ്ടും കളത്തിനടുത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനടുത്ത് നിന്ന് ഈ ചടങ്ങുകളെല്ലാം കണ്ടതിന് ശേഷം കൂത്തുമാടത്തിലേക്ക് പോകുകയാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിൻ്റെ അടുത്തു തന്നെ ആയിട്ടാണ് കൂത്തുമാടം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര പരിസരത്തുള്ള ആത്മീയ ചൈതന്യവും അന്തരീക്ഷവും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനും ശരീരത്തിനും വളരെയധികം ശക്തി നൽകുന്നു. കൂത്തുമാടത്തിനടുത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൂത്തുപറച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള കെട്ടിടമാണ് കൂത്തുമാടം. കാണുന്നില്ലേ, ഈ കാണുന്ന ചെറിയ ചെറിയ നിഴൽ ദൃശ്യങ്ങളാണ് കൂത്തു പറയുന്നതിനൊപ്പം അതിലെ കഥാപാത്രങ്ങളെയും അതിലെ വർണ്ണനയും ഈ രൂപത്തിലാണ് നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയുക. ഏറെ കൗതുകം ഉണർത്തുന്ന ഈ കാഴ്ച അമ്മയുടെ വരദാനമായിട്ടാണ് നമുക്ക് കാണാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, ഈ വീഡിയോ കണ്ട ഓരോരുത്തർക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് Swami Sri Namaskar.
ശ്രീവാഹന നമസ്കാരം നയ നയ നിത്യ